ആരും എടി പോയിട്ടുണ്ടാവില്ല അല്ലെ, ഇന്ന് പണി മുടക്കല്ലേ അല്ലേ, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവുപ്പ. പീടിയൊന്നും തുറന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇല്ലേ പിള്ളേർക്കൊന്നും സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പിള്ളേർക്കില്ലേ ഒരു സംഭവം തിന്നണമെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയാം, ഇപ്പം എല്ലാവരും ഈ പറങ്കളുടെ പൊടി ഉപ്പും എണ്ണയെല്ലാം പോന്നിട്ട് ഇങ്ങനെ പെരക്കിയിട്ട് അതിലേക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ തിന്നലില്ലേ, അതുപോലെ തിന്നണമെന്ന് പറഞ്ഞുപ്പാ. അപ്പോൾ ഇടന്തപ്പ ഇവിടെ ബത്തക്കയും പിന്നെ പേരക്ക ഉണ്ടായിട്ടു പിന്നെ മാങ്ങയും ഉണ്ട്, അതെല്ലാം കൂട്ടിയിട്ട് തിന്നാലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനില്ലേ പറങ്കളിൻ്റെ പൊടി ഉപ്പിനും എണ്ണ ഒറ്റിക്കുന്നില്ല, ഞാൻ എന്താ തേനൊറ്റിക്കാലോ പറഞ്ഞിട്ട്. അപ്പോൾ തേനെല്ലാം ഒറ്റിച്ചിട്ട് പെരക്കിയിട്ട് തിന്നാലോ പറഞ്ഞിട്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ. വാ, ഞാനില്ലേ ഒരു പാത്രത്തിൽ പറങ്കലിൻ്റെ പൊടിയും ഉപ്പും തേനും എടുത്തിട്ടില്ലേ നല്ല പാങ്ങിൽ ഇങ്ങനെ ഇളക്കിപ്പാ. ഉപ്പെല്ലാം നല്ല വൃത്തിക്ക് എന്താ പറയണ്ട അലിഞ്ഞു, എന്താ ഇതുപോലെ അലിഞ്ഞിട്ട് നല്ല പാങ്ങിൽ സെറ്റാക്കിയിട്ട് വെക്കണം. എന്നിട്ട് ഇതുപോലെ സെറ്റാക്കിയിട്ട് വെച്ചു. ഇനി നമുക്ക് സാധനം കൂടി തിന്നാലോ. വേണ്ട, ബത്തക്കയും പേരക്കയും പിന്നില്ലേ മാങ്ങ കുറച്ച് ബാടീനേന്ന്, സാരമില്ലല്ലോ. അപ്പോലേ ഞാൻ എങ്ങനെ തിന്നുന്നേ എന്താണ്ടോ, ഞാൻ പറങ്കളും ഉപ്പും പിന്നെ തേൻ കൂട്ടിയപ്പാ എണ്ണ കൂട്ടിയിട്ടാ. അപ്പം നല്ല മധുരം ഉണ്ടാവൂലേ, അപ്പം അങ്ങനെ തിന്നാലോ പറഞ്ഞതാ ഇങ്ങനെ മുക്കിയിട്ട്. മധുരമില്ലോണ്ട് നല്ല പാങ്ങുണ്ട്, സൂപ്പറുണ്ട്. എല്ലാവരും എണ്ണയിലെ വരല്, ഈ എണ്ണക്കൊക്കെ തേനൊട്ടിച്ചോക്കറോ എന്ത് പാങ്ങറിയോ, ഇത് ഒന്നെ തിന്നിട്ടാണ് രണ്ടെണ്ണം. ബത്തക്കില്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുക്കുന്നത്. മാങ്ങ